പാലക്കാട്ട് ബിജെപിയുടെ പ്രതിഷേധം പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു. പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിക്കുന്നു, മുദ്രാവാക്യം മുഴക്കുന്നു. വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ വസതിയിലേക്കാണ് പാലക്കാട്ട് ബിജെപി പ്രവർത്തകരുടെ പ്രതിഷേധം. KCBയുടെ വീഴ്ച മൂലമാണ് തേവലക്കരയിൽ 8ാം ക്ലാസ്സുകാരന്റെ ജീവൻ നഷ്ടമായത് എന്ന് ആരോപിച്ചുകൊണ്ടാണ് ബിജെപിയുടെ പ്രതിഷേധ പരിപാടി നടക്കുന്നത്. പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നു. പാലക്കാട് വൈദ്യുതി മന്ത്രിക്കെതിരെ ബിജെപിയുടെ പ്രതിഷേധം. ജി പ്രസാദ് കുമാർ വരുന്നതുമായി. പ്രസാദ്, സംഘർഷത്തിലേക്ക് വഴിമാറുകയാണോ ഈ പ്രതിഷേധം? തീർച്ചയായിട്ടും രതീഷ, ആദ്യം അനുകൂലം നിന്നാണ് BJP പ്രവർത്തകർ പ്രകടനമായി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ഓഫീസിലേക്ക് മാർച്ചായിട്ട് വന്ന് ആദ്യം പ്രവർത്തകർ ബാരിക്കേഡ് മുഴുകിയും പിന്നീട് ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിക്കുകയും ചെയ്തു. അതോടെ പോലീസും പ്രവർത്തകരുമായി ഒന്നും തള്ളുണ്ടായി. തുടർന്നാണ് ഇപ്പോൾ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. BJP ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ അടക്കമുള്ള നേതാക്കന്മാരും ഇവിടെയുണ്ട്. ഇപ്പോൾ പ്രവർത്തകർ തിരിഞ്ഞു പോകാതെ ജലപീരങ്കി തുടരുകയാണ്. എന്നിട്ടും പ്രവർത്തകർ തിരിഞ്ഞു പോകാതെ പ്രദേശത്ത് തന്നെ തളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇപ്പോൾ പ്രദേശത്ത് സംഘർഷാവസ്ഥയാണ്. ഈ ജലപീരങ്കി ശക്തമായി തന്നെ പ്രയോഗിക്കുമ്പോഴും പ്രവർത്തകർ ഇവിടെ തളിച്ചു വീണ്ടും ബാരിക്കേഡ് മറിച്ചിടാണ്. അപ്പുറത്തേക്ക് പോകാനുമായുള്ള ശ്രമമാണ്. മന്ത്രി രാജിവെക്കണം, കുട്ടിയുടെ മരണം, മെസ്സിന്റെ മരണത്തിൽ ഉത്തരവാദി NCP ആണ്, അതുകൊണ്ട് തന്നെ മന്ത്രി രാജിവെക്കണമെന്നാണ് BJP പ്രവർത്തകരുടെ ആവേശം. ഇപ്പോൾ രൂക്ഷമായി തന്നെ ജലപീരങ്കിയെ പ്രതിരോധിക്കാനാണ് പ്രവർത്തകർ പുറന്തേക്ക് നിന്ന് തുടർച്ചയായി ജലപീരങ്കി പ്രയോഗിക്കുകയാണ് പ്രവർത്തകരെ പിരിച്ചുവിടാൻ. പക്ഷേ പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നില്ല. സംഘർഷാന്തരീക്ഷമാണ് പാലക്കാട്ട്. മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ വീടിന് മുന്നിൽ വൈദ്യുതി മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് BJP പ്രവർത്തകർ പാലക്കാട്ട് വൈദ്യുതി മന്ത്രിയുടെ വീടിന് മുന്നിൽ പ്രതിഷേധിക്കുന്നത്. തുടർച്ചയായി ജലപീരങ്കി പ്രയോഗിക്കുകയാണ് പോലീസ്. പ്രവർത്തകർ പിരിഞ്ഞു പോകാത്ത സാഹചര്യത്തിലാണ് പോലീസിന്റെ നടപടി. പോലീസുമായി നേരത്തെ ഉന്തും തള്ളുമുണ്ടായിരുന്നു. ബാരിക്കേഡ് മറിച്ചിടാൻ പ്രവർത്തകർ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴും പ്രവർത്തകർ പിരിഞ്ഞു പോയിട്ടില്ല. പോലീസിന്റെ ഭാഗത്തുനിന്ന് കൂടുതൽ നടപടികൾ ഉണ്ടാകുമോ, കൂടുതൽ സംഘർഷത്തിലേക്ക് വഴിമാറുമോ എന്ന് തോന്നിപ്പിക്കുന്ന അന്തരീക്ഷമാണിപ്പോൾ പാലക്കാട്ട്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധമാണ്. കൊല്ലം തേവലക്കരയിലെ പ്രതിഷേധം നമ്മൾ നേരത്തെ കണ്ടു. ഇപ്പോൾ ഇത് പാലക്കാട് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്കെതിരെയുള്ള പ്രതിഷേധമാണ്. നേരത്തെ കൊണ്ടോട്ടിയിൽ അവിടെയും വൈദ്യുതി സെക്ഷൻ ഓഫീസ്, KCBയുടെ സെക്ഷൻ ഓഫീസിലേക്ക് യൂത്ത് ലീഗ് നടത്തിയ പ്രതിഷേധം കണ്ടു. അങ്ങനെ സംസ്ഥാന വ്യാപകമായി നമ്മൾ ഈ കാഴ്ചകൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കാണുന്നുണ്ട്. ജനരോഷം ഇരമ്പുകയാണ്. പാലക്കാട് BJPയുടെ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ. തേവലക്കരയിൽ 8ാം ക്ലാസ്സുകാരൻ മിഥുന് വൈദ്യുതാഘാതമേറ്റ് ജീവൻ നഷ്ടമായ സംഭവത്തിൽ വൈദ്യുതി മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് പാലക്കാട്ട് BJP പ്രവർത്തകരുടെ പ്രതിഷേധം. BJP ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ നേതൃത്വം നൽകുന്ന പ്രതിഷേധത്തിൽ പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി. ബാരിക്കേഡ് മറിച്ചിടാൻ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ശ്രമമുണ്ടായി. തുടർന്ന് തുടർച്ചയായി പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. എന്നിട്ടും പ്രവർത്തകർ പിരിഞ്ഞു പോയില്ല. ഇപ്പോഴും മുദ്രാവാക്യം മുഴക്കുകയാണ്. പോലീസും പ്രവർത്തകരും മുഖാമുഖം നിൽക്കുന്ന അന്തരീക്ഷമാണ് പാലക്കാട്ട് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ വീടിന് മുന്നിൽ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ബാരിക്കേഡിന്റെ മുകളിൽ ഉൾപ്പെടെ കയറി മുദ്രാവാക്യം മുഴക്കുകയാണ്. കൂടുതൽ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ വഴിമാറുമോ
എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം കാണുമ്പോൾ. ജി പ്രസാദ് കുമാറാണ് വിവരങ്ങളുമായി തുടരുന്നത്. പ്രസാദ്, പ്രവർത്തകർ ഇപ്പോഴും പിരിഞ്ഞു പോയിട്ടില്ല. പോലീസിന്റെ നിലപാട് എന്താണ്? രതീഷ്, പ്രവർത്തകർ പിരിഞ്ഞു പോയിട്ടില്ല. ചിറ്റൂരിലെ മന്ത്രിയുടെ ഓഫീസിന് മുന്നിലാണ് ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നത്. ഇപ്പോൾ ജലപീരങ്കി പ്രയോഗം നിന്നു. പക്ഷേ പ്രവർത്തകർ പിരിഞ്ഞു പോകാതെ പോലീസുമായി സംഘർഷം ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ബാരിക്കേഡ് മറിച്ചിട്ട് അപ്പുറത്തേക്ക് മന്ത്രിയുടെ ഓഫീസിലേക്ക് പോകാനുള്ള ഒരു പ്രകോപനപരമായ രീതിയാണ് ഇപ്പോൾ BJP പ്രവർത്തകർ തുടരുന്നത്. 3 വട്ടം ജലപീരങ്കി പ്രയോഗിച്ചു. മുകളിലേക്കും താഴോട്ടും ഉപയോഗിച്ചു. കുറച്ച് പ്രവർത്തകർ തളർന്നു വീണെങ്കിലും പക്ഷേ വീണ്ടും പ്രവർത്തകർ സംഘടിച്ച് ഇപ്പോൾ മുദ്രാവാക്യം വെച്ചുകൊണ്ട് ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമത്തിലാണ്. പക്ഷേ പോലീസും ശക്തമായി തന്നെ പ്രതിരോധിക്കുകയാണ്. എന്തായാലും അങ്ങോട്ടേക്ക് നടത്തിയുള്ള ബാരിക്കേഡ് പ്രതിരോധിക്കുകയാണ് പോലീസ് ചെയ്യുന്നത്. വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോൾ എന്തായാലും പ്രവർത്തകർ മുദ്രാവാക്യം വെച്ച് പോലീസുമായുള്ള ഒരു ഉന്തും തള്ളിലേക്കാണ് നിൽക്കുന്നത്. പോലീസും പ്രവർത്തകരും പാലക്കാട്ട് മുഖാമുഖം നിൽക്കുകയാണ്. BJPയുടെ പ്രതിഷേധ മാർച്ചിലാണ് സംഘർഷ അന്തരീക്ഷം ഉണ്ടായത്. നേരത്തെ ഉണ്ടായ ഉന്തുന്തള്ളിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്ത് നീക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ മറുഭാഗത്ത് കാണുന്ന ദൃശ്യം അത് കൊണ്ടോട്ടി എന്നുള്ള ദൃശ്യമാണ്. പാലക്കാട്ട് BJPയുടെ പ്രതിഷേധ മാർച്ചാണ് വൈദ്യുതി മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട്. അതേസമയം തന്നെ കൊണ്ടോട്ടിയിൽ KCB സെക്ഷൻ ഓഫീസിലേക്ക് KCB ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് ലീഗ് നടത്തിയ മാർച്ചിലും സംഘർഷമുണ്ടായി. ഓഫീസിനുള്ളിൽ കയറി യൂത്ത് ലീഗ് പ്രവർത്തകർ പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് പ്രതിഷേധിച്ചു. തുടർന്ന് പോലീസ് ബലം പ്രയോഗിച്ച് പ്രവർത്തകരെ താഴേക്കിറക്കുകയായിരുന്നു. കസ്റ്റഡിയിലെടുത്ത് നീക്കാനുള്ള ശ്രമം തുടരുകയാണ്. കൊണ്ടോട്ടിയിലും പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി. അതിനിടയിലാണ് പാലക്കാട്ട് പ്രതിഷേധവും BJPയുടെ പ്രതിഷേധവും സംഘർഷത്തിലേക്ക് വഴിമാറിയത്. പോലീസ് തുടർച്ചയായി ജലപീരങ്കി പ്രയോഗിക്കുകയാണ് പ്രവർത്തകരെ പിരിച്ചുവിടാൻ. പക്ഷേ റോഡിൽ കിടന്ന് മുദ്രാവാക്യം മുഴക്കി പ്രവർത്തകർ പ്രതിഷേധിക്കുന്നു. വൈദ്യുതി മന്ത്രിയുടെ വീട്ടിലേക്കാണ്, പാലക്കാട്ടെ വീട്ടിലേക്കാണ് BJP പ്രവർത്തകരുടെ പ്രതിഷേധ പരിപാടി. വൈദ്യുതി മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ്, വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് BJP പ്രവർത്തകർ പാലക്കാട്ട് പ്രതിഷേധിക്കുന്നത്. അതേസമയം KCB ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് കൊണ്ടോട്ടിയിലെ പതാഘാതമേറ്റുള്ള മരണത്തിലെ കൊണ്ടോട്ടി KCB സെക്ഷൻ ഓഫീസിലെ യൂത്ത് ലീഗിന്റെ പ്രതിഷേധം. നേരത്തെ തേവലക്കര ബോയ്സ് സ്കൂളിൽ ABVP യുവമോർച്ച പ്രവർത്തകരും പ്രതിഷേധിച്ചിരുന്നു. വിദ്യാഭ്യാസ മന്ത്രിക്ക് എതിരെയും സ്കൂൾ മാനേജ്മെന്റിന് എതിരായ പ്രതിഷേധമാണ് അവിടെ നമ്മൾ കണ്ടത്. 3 ABVP പ്രവർത്തകർ അവിടെയും പോലീസിന്റെ കണ്ണുവെട്ടിച്ച് പ്രധാന ഗേറ്റിന്റെ ഭാഗത്തേക്ക് എത്തി. തുടർന്ന് ബലം പ്രയോഗിച്ചവരെ കസ്റ്റഡിയിലെടുത്ത് നീക്കുകയായിരുന്നു. RYFന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും പ്രതിഷേധ മാർച്ച് തേവലക്കര സ്കൂളിലേക്ക് അല്പസമയത്തിനകം നടക്കും. അതിനിടയിലാണ് പാലക്കാട്ട് വൈദ്യുതി മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധം സംഘർഷത്തിലേക്ക് നീങ്ങുന്നത്. കൊണ്ടോട്ടിയിൽ KCB ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധിച്ച് യൂത്ത് ലീഗ് പ്രവർത്തകരെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് നീക്കുകയാണ്. കൊണ്ടോട്ടിയിൽ ഒരു വിഭാഗം പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വാഹനത്തിൽ അവിടെ നിന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. അതേസമയം പാലക്കാട്ട് ഇപ്പോഴും സംഘർഷാന്തരീക്ഷം തുടരുന്നു. പോലീസ് തുടർച്ചയായി ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. പ്രതിഷേധ മാർച്ച് ബാരിക്കേഡ് വെച്ച് തടഞ്ഞതിന് പിന്നാലെ പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി. പോലീസിനെ കൊടികളും കമ്പുകളും വലിച്ചെറിയുന്നതുമൊക്കെ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. വൈദ്യുതി മന്ത്രിയുടെ രാജി എന്ന ആവശ്യത്തിലാണ് പാലക്കാട്ടെ പ്രതിഷേധം.